CBSE 2026 examination, question paper code 65/5/1. നമ്മൾ ക്വസ്റ്റ്യൻ 36 വരെ കംപ്ലീറ്റ് ചെയ്താണ്. അതിൽ 31 ഓൺവേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. എ ഡൈ ഈസ് റോൾഡ്, കൺസിഡർ ദ ഇവന്റ്സ്. സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് വന്നിരിക്കുന്ന 1 2 5, ബി എന്ന് പറയുന്ന സെറ്റ് 3 5, സി എന്ന് പറയുന്നത് സെറ്റ് 2 3 4 5. അതിൻ്റെ അകത്ത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ സിയും പ്രോബിലിറ്റി ഓഫ് സി ഗിവൺ എയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയുടെ അകത്തും ബിയുടെ അകത്തുള്ള ഫുൾ സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ആദ്യം എ ഇന്റർസെക്ഷൻ ബി എടുക്കും, പിന്നെ ഇന്റർസെക്ഷൻ സി എടുക്കും. അടുത്തതിൽ എ യൂണിയൻ ബി എടുത്തിട്ട് അതിൽ കോമൺ ആയിട്ടുള്ളതിൽ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സിയു ആയിട്ട് ഇന്റർസെക്ഷൻ എടുക്കുന്ന വാല്യൂസ് ആണ് സെറ്റ് 2 3 5. ഇനി നമ്മൾ ബേസ് തിയർ അപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്ന് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബാർ സിയും പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ബാർ സിയും. ആൻസേഴ്സ് 3/4 1/4. ഇനി സെക്ഷൻ ഡിയിൽ 32 ആണ്. എ മാൻ ഗോസ് ടു ബൈ ഫ്രൂട്ട്സ് ഫ്രം ദ മാർക്കറ്റ്. ഷോപ്കീപ്പേഴ്സ് ഇൻഫോം ഹിം that 4 apple 3 oranges and 2 bananas cost 60. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ എഴുതുമ്പോൾ ആപ്പിൾസിന്റെ നമ്പർ ഓഫ് ആപ്പിൾസിനെ എക്സ് ആയിട്ട് എടുക്കുക, നമ്പർ ഓഫ് ഓറഞ്ചസ് വൈ, നമ്പർ ഓഫ് ബനാനാസ് ഇസഡ്. അപ്പോൾ 4x + 3y + 2z ഈസ് ഈക്വൽ ടു 60. പിന്നത്തെ വരുമ്പോൾ നെക്സ്റ്റ് 2 ആപ്പിൾ 4 ഓറഞ്ചസ് 6 ബനാന. അപ്പോൾ 2x + 4y + 6z ഈസ് ഈക്വൽ ടു 90. ഇതിലെല്ലാം 2 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x + 2y + 3z ഈസ് ഈക്വൽ ടു 45. അടുത്തതിൽ 6 ആപ്പിൾ 2 ഓറഞ്ചസ് 3 ബനാന. അപ്പോൾ 6x + 2y + 3z ഈസ് ഈക്വൽ ടു 70. അപ്പം എ ബി എക്സ് കിട്ടി. എ എക്സ് ഇസ് ഈക്വൽ ടു ബി. എക്സിൽ നിന്ന് എ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എ ഇൻവേഴ്സ് ബി ആയിട്ട് മാറും. പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുക, അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 25 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് അത് ഓക്കെയാണ്. 1/25 ഇൻറ്റു പിന്നെ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ ബിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനില് അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 65/5/2. എ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എ പ്ലസ് എ ഡാഷ് ഐ. അപ്പം എ പ്ലസ് എ ഡാഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് A12 A21 മാറ്റിയിട്ട് സൈൻ എക്സ്ചേഞ്ച് ചെയ്യുക, പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ 1 0 0 1 എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തീറ്റയുടെ വാല്യൂ സോൾവ് ചെയ്യാൻ നേരത്ത് 2 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 1/2, സൈൻ തീറ്റ 1/2 ആവുന്ന വാല്യൂ എന്ന് പറയുന്നത് π/6. Second question, A is symmetric matrix. Then for any matrix B of order A, B A B dash is an ഇതിലേതാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ പി ഡാഷ് എടുക്കുകയാണെങ്കിൽ ബി എ ബി ഡാഷ്, പിന്നെ രണ്ടിടത്തും ഡാഷും കൂടി എടുക്കുമ്പോൾ കോംപ്ലിമെന്റ് ആയിട്ട് വരുമ്പോൾ ഇത് ബി എ ബി എന്നായിട്ട് മാറും. ബി ഡാഷ് എ ബി ഡാഷ് സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. അത് കാരണം ഇത് സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടും. എ ഡാഷ് എന്ന് പറയുന്നത് എ തന്നെയാണ്, കാരണം എ ഇസ് എ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 10th ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് 1 - cos 2x ഡിവൈഡഡ് ബൈ 1 + cos 2x. അത് 1 - 2 cos 2xന്റെ ഇക്വേഷൻ 2 sin square x, 1 + cos 2xന്റെ ഇക്വേഷൻ 2 cos square x. 2ഉം 2ഉം വെട്ടിപ്പോകും. sin square x by cos square x എന്ന് പറയുന്നത് tan square x. അപ്പോൾ റൂട്ട് ഓഫ് tan square x എന്ന് പറയുന്നത് tan x. ഇന്റഗ്രൽ ഓഫ് tan x എന്ന് പറയുമ്പോൾ log sec x + c. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ വരുന്നത് ഡി ആണ്. 11th ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇന്റഗ്രൽ 0 to 1 1/3x - 4. അപ്പോൾ 1/xന്റെ ഇന്റഗ്രൽ log x ആണ്. അപ്പോൾ 1/3x - 4ന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ log 3x - 4, പിന്നെ 3xന്റെ ഇന്റഗ്രൽ 1/3 ആയിട്ട് വരും. പിന്നെ 1ഉം 0ഉം സെപ്പറേറ്റ് ലോഗ് കൊടുക്കുക. അപ്പം log 1 എന്ന് പറയുന്നത് 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/3 log 4. ഇതിൻ്റെ അകത്ത് ഓർഡറും ഡിഗ്രിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത്. ഓർഡർ എന്ന് പറയണത് ഈ അകത്ത് കിടക്കണതാണ് ഓർഡർ. അതിന്റെ തന്നെ ഹയസ്റ്റ് വാല്യൂ ഏതിലാണ് വരുന്നത് അതാണ് ഡിഗ്രി വരുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി 2, ഓർഡർ 3. ഇനി അടുത്തത് സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 7π/6. 7π/6 നമുക്ക് എങ്ങനെ എഴുതാം? പൈ പ്ലസ് π/6 എന്ന് എഴുതാം. കാരണം അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 7π/6 തന്നെ കിട്ടും. ഇനി കോസ് 180 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് തീറ്റ. ഇനി മൈനസ് കോസിന്റെ കേസിൽ മൈനസ് കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ് വരുന്നത്. ഇനി ഇതിന് നമുക്ക് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന് നമുക്ക് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പൈ മൈനസ് π/6. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ. അപ്പോൾ സൈൻ π/6. സൈൻ π/6ന്റെ വാല്യൂ 1/2. ഇനി 23rd determine the interval f of x is equal to 5x3/2 minus 3x5/2. x greater than 0. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 15/2 x1/2 ഇട്ട് രണ്ടിനും 15/2ഉം x1/2ഉം പുറത്തേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. എഫ് ഇൻക്രീസിങ് ആണ് കിട്ടും. പിന്നെ അടുത്തതില് a thin metallic ring is in the shape of a circular ring has its enclosed area increasing at a uniform rate when heated. ഇതിൻ്റെ അകത്ത് dA/dt is equal to K. അപ്പോൾ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ πr². πr² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2πr dr/dt എന്ന് വരും. അപ്പോൾ dr/dt is equal to K/2πr എന്ന് കിട്ടും. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പം അതിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കാൻ നേരത്തെ 2π dr/dt എന്ന് വരും. dr/dtയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. K/2πr ആണ്. അതിനെ K/r എന്ന് എഴുതാം. ഈ കോൺസ്റ്റന്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അപ്പം ഇൻവേഴ്സ്ലി ആസ് എ റേഡിയസ് സർക്കംഫറൻസ് വേരിയസ് ഇൻവേഴ്സ്ലി ആസ് എ റേഡിയസ്. ഇപ്പം സർക്കംഫറൻസ് കൂടുമ്പോൾ റേഡിയസ് കുറയും. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. y dx plus x minus y all cube dy is equal to 0. അപ്പം ഇതിനെ dy കൊണ്ട് എഴുതാൻ നേരത്ത് y കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ നേരത്ത് റീറൈറ്റിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് dx is equal to 1/y x minus ഇത് dx plus 1/y x minus y cube dy എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ y ക്യൂബ് ഡിവൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇത് ഡിവൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ dx/dy പ്ലസ് 1/y x മൈനസ് y ക്യൂബ് എന്ന് കിട്ടും. വൈയും കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ഈക്വൽ ടു 0. പിന്നെ വരുന്നത് dx/dy പ്ലസ് x/y ഈക്വൽ ടു y². കാരണം y പോയി. ഇവിടെ p ഓഫ് y എന്ന് പറയുന്നത് 1/yയും q ഓഫ് y എന്ന് പറയുന്നത് y² ആണ് വന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് e⁻1/y dy ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് ഇന്റഗ്രൽ 1/yയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് y. അപ്പോൾ e⁻log y ഇയും ലോഗും പോയി y ആയിട്ട് കിട്ടും. ഇനി നമ്മൾ റിക്വയർഡ് സൊല്യൂഷൻ എഴുതാൻ നേരത്തെ y × x ഇന്റഗ്രൽ y × y² എന്ന് പറയുമ്പോൾ y³ ആവും. y³ ഇന്റഗ്രൽ y⁴/4. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ഇത് ആൻസർ വരുന്നത് x is equal to y⁴/4 plus e/y. Find the cost of each fertilizers A, B, C that farmers need to buy such that 1 kg each fertilizer of A and C added to 2 kg of B cost him ₹400. അപ്പം ആദ്യം എക്സ് പിന്നെ വരുമ്പോൾ 2 kg ഓഫ് ബി എന്ന് പറയുമ്പോൾ 2y ആവും. പിന്നെ ഫെർട്ടിലൈസറിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? വേറെ ഫെർട്ടിലൈസർ ഇസഡ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന വേറെ ഫെർട്ടിലൈസറും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ x + 2y + z is equal to 400. ഇക്വേഷൻ എഴുതുക. എ എക്സ് ബി കിട്ടും. എ എക്സ് is equal to b. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സ് ബി കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുക, അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. A ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ x is equal to 180, y is equal to 40, z is equal to 140. അപ്പോൾ ഫെർട്ടിലൈസർ എയുടെ ക്യാഷ് എന്ന് പറയുന്നത് ₹180, ഫെർട്ടിലൈസർ ബിക്ക് ₹40, സിക്ക് ₹140 ആണ് വന്നത്. ഇനി ഇതിന്റെ സ്കെച്ച് ഇത് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്കിടെ എലിപ്സിന്റെ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ 9x² + 16y² is equal to 144. ഇത് ആദ്യം 9 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ നേരത്ത് x² + 16/9
പിന്നെ 144നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഫുൾ ഇക്വേഷൻ 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ x² / 16 + y² / 9 = 1. ഇനി സിമെട്രിക് റീജിയൻ കാണാൻ ഇത് 4 പോർഷൻ ആണുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റ് 4 ക്വാഡ്രന്റ് വരുന്നത് 4 × ഇന്റഗ്രൽ 0 to 4. ഇനി റൂട്ട് ഓഫ് a² - x² ഫോർമുല കൊടുക്കുക. അപ്പോൾ x/2 √16 - x² + 16/2 sin inverse x/4. പിന്നെ അതിൻ്റെ അകത്ത് ഇൻ്റഗ്രൽ വാല്യൂ ആയ 4ഉം 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12π എന്ന് കിട്ടും. ഇനി അടുത്ത കോഡ് 65/5/3. അതിൻ്റെ ആൻസർ അടുത്ത സെഷനിൽ.